ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു പുതിയ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ്. കൂടുതൽ ഞെട്ടാനൊന്നുമില്ല. ഞാൻ നേരത്തെ എന്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വീടിനകത്ത് കയറുന്നവർ മൊത്തം ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് അനുമോളെയാണ് എന്നുള്ളത്. എന്തായാലും അനുമോൾക്ക് ഞങ്ങൾ കപ്പ് വാങ്ങിച്ചു കൊടുത്തേ അടങ്ങൂ എന്നുള്ളതാണ് ഈ PR-കളെല്ലാം കൂടി അവിടെ കയറിയിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ട പ്രൊമോയില് ഈ ബിൻസിയും അതുപോലെ തന്നെ അപ്പാനിയും ശൈത്യയും അതുപോലെ തന്നെ ആദിലയെ പറ്റി നമുക്ക് പ്രത്യേകം പറയണ്ടല്ലോ. കട്ടപ്പായിൽ മികച്ച കട്ടപ്പാണ് ആദില. ഓക്കെ, ഈ കട്ടപ്പമാരെല്ലാം ഇപ്പൊ ഒന്നായിട്ടുണ്ട്. അപ്പൊ ഈ കട്ടപ്പമാരെല്ലാം കൂടി ചേർന്നുകൊണ്ട് അനുമോളെ കോർണർ ചെയ്യുന്നു. കോർണർ ചെയ്യുമ്പോൾ അതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ബിൻസിയെയും ഈ അപ്പാനിയെയും കുറിച്ച് അവിടെ പറഞ്ഞിരുന്നു. നീ കാരണമാണ് ഒരുത്തി ഇവിടുന്ന് ഔട്ടായി പോയതെന്ന് ബിൻസി ഔട്ടായതിനു ശേഷം അപ്പാനിയോട് ഈ പറയുന്ന അനുമോള് പറഞ്ഞിരുന്നു. അതാണ് അവിടെ വിഷയം. അപ്പൊ നമ്മളും കണ്ടതാണ്. ബിൻസി ഔട്ടാവുന്ന സമയത്ത് നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്നവരാണെങ്കിലും നിങ്ങൾ നിഷ്പക്ഷമായിട്ട് പറയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിരുന്നോ ഈ ബിൻസി എവിക്റ്റായ സമയത്ത് അപ്പാനിയോട് കാണിച്ച ഒരു സ്നേഹം, ആ കെട്ടിപ്പിടുത്തം, ഉമ്മ ഉടുപ്പ്, ആ കെട്ടിപ്പിടുത്തം, അതുപോലെ തന്നെ അത്രയും മിങ്കിളായിട്ട് നിൽക്കുന്നത് നമ്മൾ ആ എപ്പിസോഡിലോ അല്ലെങ്കിൽ ലൈവിലോ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ അല്ലെങ്കിൽ കണ്ടിരുന്നോ എന്നുള്ളത് നിങ്ങൾ പറയണം. മറ്റുള്ളവരെക്കാളെല്ലാം ഭയങ്കരമായ ഒരു ബോണ്ട് ഉള്ളതായിട്ട് നമുക്കും തോന്നിയിട്ടുണ്ട്. നമ്മളും പറഞ്ഞിട്ടുണ്ട്, ഇതെന്താണ് പെട്ടെന്ന് അപ്പാനിയുമായിട്ട് ഇത്രയും ഒരു സ്നേഹം വന്നതെന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ വീട്ടിനകത്തുള്ളവർ തന്നെ അതിനുശേഷം സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഷാനവാസ് അവിടെ പറയുകയും ചെയ്തു, ഞാൻ കണ്ട കാര്യം ഞാൻ പറയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസും കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരുന്നു. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കുറ്റക്കാരായിരിക്കുന്നത് ഈ പറഞ്ഞവരാരുമല്ല, അനുമോള് മാത്രമാണ്. എന്നുവെച്ചാൽ അനുമോളെ കോർണർ ചെയ്യുക എന്ന് പ്രീ പ്ലാൻ ചെയ്ത് അകത്ത് കയറിയിട്ടുള്ളവരാണ് ഇപ്പോൾ കയറിയിരിക്കുന്നവരെല്ലാം. ഇന്നലെ അപ്പാനി മിണ്ടിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ അപ്പാനിക്ക് ഇനി അപ്പാനിയുടെ സുഹൃത്തുക്കൾ കുറച്ചുപേരൂടെ അകത്ത് കയറാനുണ്ടായിരുന്നു. ഇവര് വെളിയിൽ നിന്ന് പറഞ്ഞു വെച്ചതാണ്, ഞങ്ങൾ എല്ലാവരും കയറിയിട്ട് വേണം അറ്റാക്ക് ചെയ്യാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബിൻസി അവിടെ ഇന്ന് ആ വിഷയം എടുത്തിടുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നത്. ശൈത്യയും ആദിലയും എല്ലാം കൂട്ടും. ഞാൻ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ബിൻസി വീട്ടിനകത്തോട്ട് കയറി വന്നു, ഈ പറയുന്ന അപ്പാനിയും കയറി വന്നു. ഇവർ തമ്മിൽ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്നപ്പോൾ അവരെങ്ങനെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്? അടുത്ത് പോയിരുന്നു സംസാരിക്കുകയും കൂട്ടുകൂടുകയും ഒക്കെ ചെയ്തിരുന്നതാണല്ലോ. ഇവരെന്തുകൊണ്ടാണ് വെളിയിൽ നിന്ന് അകത്ത് പോയിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇവർ തമ്മിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കൊന്നും ഒരു വിഷയവും ഇല്ല എന്നായിരുന്നെങ്കിൽ ഇവരിങ്ങനെയാണോ മിങ്കിൾ ചെയ്യേണ്ടത് അകത്ത്? നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അവരങ്ങനാണോ മിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലും അല്ല. ഇവർ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവർ തമ്മിൽ സംസാരിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കൊരു സംസാരം പോലും ഇല്ല. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പൊ പലർക്കും പറയാം, അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് അവരുടെ വീട്ടിലൊക്കെ വിഷയങ്ങളായി കാണും, അതുകൊണ്ടായിരിക്കും കുറച്ച് അകന്ന് നിൽക്കുന്നതെന്ന്. ഒരിക്കലും അങ്ങനെയൊന്നുമല്ല. അപ്പാന്റെ സ്വഭാവം ബിൻസിയുടെ സ്വഭാവം വെച്ചിട്ട് ഒരിക്കലും അവരങ്ങനൊന്നും ചെയ്യില്ല. അവരിത് കല്ലി പോട്ടെ, നമുക്കൊന്നും വിഷയമില്ല എന്നുള്ള രീതിയിലായിരുന്നു അവിടെ പെരുമാറേണ്ടിയിരുന്നത്. തീയില്ലാതെ പുകയുണ്ടാകില്ല എന്ന് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഒന്നും കൂടെ സ്ഥാപിക്കുകയാണ് ഇവിടെ. എന്നിട്ട് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ശൈത്യാണെങ്കിലും ഈ പറഞ്ഞ ബിൻസി ആണെങ്കിലും അപ്പാനി ആണെങ്കിലും ഇവരെല്ലാം വന്നിരിക്കുന്നത് ഇവരെ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം അനുമോളുടെ തെറ്റിദ്ധാരണയായിരുന്നു, ഞങ്ങൾ ആരും അങ്ങനത്തെപ്പെട്ടവരൊന്നും അല്ല എന്ന് വെളിയിലേക്ക് കുറച്ച് കണ്ടന്റുകൾ കൊടുക്കണം. ഞങ്ങള് ഡീസന്റ് ആയിരുന്നു, പക്ഷെ അനുമോളായിരുന്നു അവിടെ ഇതെല്ലാം പറഞ്ഞുണ്ടാക്കിയതെന്ന്. എന്തായാലും അനുമോൾക്കൊരു കപ്പ് ഇവരെല്ലാരും കൂടി ചേർന്ന് എടുത്ത് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടാവും. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് സീസൺ 1 സീസൺ 1 ഇപ്പൊ എത്ര പേരിനകത്ത് ഉള്ളവർ കണ്ടിരിക്കുന്നു എനിക്ക് അറിയത്തില്ല. ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയത്താണ് ഞാൻ കണ്ട സീസണാണ്. പേർലി മാണിയെ ഇതുപോലെയായിരുന്നു കോർണർ ചെയ്തുകൊണ്ടിരുന്നത്. അവസാനവും ഇതുപോലെ തന്നെയായിരുന്നു പേർലി മാണിക്കെതിരെ അറ്റാക്ക് വന്നുകൊണ്ടിരുന്നത്. പേർലി മാണി ആയിരുന്നു ആ സീസണിൽ ഒറിജിനലായിട്ട് വിജയിക്കേണ്ടിയിരുന്നതും. പക്ഷെ അവിടെ ശ്രീനിഷും ഈ പേർലി മാണിയും തമ്മിലുള്ള ഒരു വോട്ട് സ്പ്ലിറ്റിങ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അവിടെ സാബുമോൻ ലോട്ടറി അടിച്ചതുപോലെ കയറിപ്പോയത്. പക്ഷെ ആ സീസണെ കുറിച്ച് നമ്മൾ ആദ്യം പറയുമ്പോഴേ സാബുമോനേക്കാൾ നമ്മൾ കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് പേർലി മാണിയാണ്. ഇപ്പൊ പേർലി മാണിയേക്കാൾ ഈ ഷോയിൽ ഇത്രയും പ്രശ്നങ്ങളെ നേരിട്ട് തരണം ചെയ്ത് നിൽക്കുന്ന അനുമോള് തന്നെയാണ്. അതൊരു വല്ലാത്ത പവർ തന്നെയാണ് കേട്ടോ. ആ കുട്ടിയെ, ഈ അനുമോളെ ഇങ്ങനെ ഇട്ട് തലങ്ങും വിലങ്ങുമാണ് ഇവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഷോയാണെന്നൊക്കെ ഇവര് മറന്നുപോകുന്നു. വരുന്നവരും പോകുന്നവരും എല്ലാം നമ്മൾ നേരത്തെ പറയുന്ന പോലെ ബിഗ് ബോസ് ഉൾപ്പെടെ ഒരു ചെണ്ടയായിട്ട് ഉപയോഗിച്ച ഒരാളാണ് ഈ അനുമോള്. ബിഗ് ബോസ് പോലും അനുമോളെ ആരെങ്കിലും ആ വീട്ടിനകത്ത് ഉള്ളപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും എന്ത് പറഞ്ഞാലും ഒന്ന് അതിനെ സൈലന്റ് ആക്കാൻ ശ്രമിക്കുകയോ അവരെ അനുമോളെ കോർണർ ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുക്കുമായിരുന്നു പല പ്രാവശ്യവും. പക്ഷെ അനുമോൾ അങ്ങോട്ട് തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഖണ്ഡിക്കുന്ന ബിഗ് ബോസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവരെല്ലാവരും കൂടി ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇവർ ഗസ്റ്റ് ആണ്, ഇവർ പ്ലെയേഴ്സ് അല്ല. ഇവര് ബിഗ് ബോസ് ഷോ കളിക്കാൻ പോയതല്ല. ഇപ്പോൾ
ഇവരെ ഗസ്റ്റ് ആയിട്ട് കയറ്റുന്നത് എന്തിനാണ്? അവിടെയുള്ള ആൾക്കാർക്ക് ഒരു ഊർജം കൊടുക്കാനും അവർക്ക് നല്ല നല്ല രീതിയിൽ നിൽക്കാനും ഒക്കെ. നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ സീസണുകളിലൊക്കെ ഒരുപാട് പേര് കഴിഞ്ഞ സീസണുകളിലെല്ലാം കയറിയിട്ടുണ്ട്. അവരാരും ഇങ്ങനെയുള്ള പ്രവൃത്തി ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ വരുന്നത് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഒരാളെ മാത്രം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം കയറിയവർ, വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്ത്. ഇവർ പറയുന്നുണ്ടല്ലോ ഇടയ്ക്ക് ഇവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത്. നിങ്ങൾക്കറിയാമോ ആ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച്? ആ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ആ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളത് ആരൊക്കെയാണെന്ന് അറിയാമോ? പഴയ കണ്ടസ്റ്റൻസ്, സീസൺ 7-ലെ സീസൺ 6-ലെ കണ്ടസ്റ്റൻസ്, സീസൺ 5-ലെ, സീസൺ 4-ലെ, ഇങ്ങനെയുള്ള സീസൺ 3-ലാണ് എനിക്കറിയില്ല, സീസൺ 4, 5, 6, ഇതിപ്പോ 7, ഈ 4 കണ്ടസ്റ്റൻസുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇവർക്ക്. ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കെല്ലാം അറിയാം, സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും എല്ലാം കയറി അറിയാം, എപ്പോഴും അനുമോളെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ഇതെല്ലാം ഡീൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അവർ 2-3 പേരാണ് ആ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഗ്രൂപ്പിലാണ് ഈ ചർച്ചകൾ നടന്ന് ആ ചർച്ചയുടെ രീതിയിലാണ് ഇവരിവിടെ ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വെളിയിലായവർ, കഴിഞ്ഞ സീസണുകളിലൊക്കെ പങ്കെടുത്തവർ, ഇവരെല്ലാം തോറ്റു മടങ്ങിയവരാണ്. ആരും കപ്പെടുത്ത് മടങ്ങിയവരല്ല. അവിടുന്ന് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ജനങ്ങളെ അടിച്ചിറക്കിയവരാണ്. ഈ സീസൺ 7 ഇപ്പോൾ കയറിയിരിക്കുന്നത് ഉൾപ്പെടെ, അതുപോലെ മുൻ സീസണുകളിലും അങ്ങനെ ഇറക്കി വിട്ടവരാണ്. ഈ ഗ്രൂപ്പ് തുടങ്ങി, ഇങ്ങനത്തെ വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങി അതിനകത്ത് പ്രീ പ്ലാൻ ചെയ്ത് പറഞ്ഞു കൊടുത്തു വിട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ കളിക്കണം, ഇങ്ങനെയൊക്കെ പറയണം, വെളുപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും, ഞാനിരുന്ന് കൊണയടിച്ചു കഴിഞ്ഞാൽ എല്ലാരും കേൾക്കുമല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ എന്തും പറയും. എന്ന് വെച്ചാൽ ഞാൻ അകത്ത് പോയിട്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ല, പക്ഷെ ഞാൻ വെളിയിരുന്ന് നല്ല കൊണയടിക്കും. മനസ്സിലായില്ലയോ? അങ്ങനെയുള്ള ടീംസ് ഒക്കെ ഉണ്ട്. അപ്പം ആ ടീംസ് ഒക്കെയാണ് വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ആ ടീംസ് ഒക്കെയാണ് ഇവരുടെ മെയിൻ. ഇവരെ എല്ലാം പറഞ്ഞ് റെഡിയാക്കി വിട്ടിരിക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവരുടെ ഒന്നും ഗെയിമിൽ നിങ്ങൾ വീഴാതിരിക്കുക. ഇവരെ അനുമോളെ എത്രമാത്രം കോർണർ ചെയ്യുന്നോ അത്രമാത്രം അനുമോൾക്ക് നല്ലതാണ്. എന്നുവെച്ചാൽ അനുമോൾ ഇപ്പൊ തന്നെ അനുമോളുടെ വോട്ടിങ്ങിൽ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ ഇത്രമാത്രം അറ്റാക്ക് ചെയ്യുന്നത് ഏത് പെണ്ണുങ്ങളാ സഹിക്കുന്നത്? വേറൊരു പെണ്ണിന് സഹിക്കൂ? നമ്മൾ ഇത് ലേഡീസ് ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് കമ്പയർ ചെയ്യുക. ആ അനുമോളുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അനുമോൾ ഇത്രമാത്രം വലിയ തെറ്റെന്താണ് അവിടെ ചെയ്തത്? ഇവർക്കെല്ലാം അസൂയയും കുശുമ്പും ഒക്കെയാണ്. അതുപോലെ തന്നെ PR-ന്റെ വിഷയം പറയുന്നു. ഇന്ന് ലക്ഷ്മി കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കേട്ട് കാണും. അനുമോൾക്ക് മാത്രമേ ഉള്ളൂ PR, എല്ലാവർക്കും ഉണ്ട് PR. ഇവിടെ PR എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ആര്യം പറയുന്നുണ്ട്, മാന്യമായിട്ട് തന്നെ ആര്യം പറയുന്നുണ്ടല്ലോ, അനുമോൾ കപ്പടിച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതുപോലെ തന്നെ അനുമോൾക്ക് അതുപോലെ ഫാൻ ബേസ് ഉണ്ട്. PR-ന്റെ ബലത്തിലൊന്നും അല്ല ഇവിടെ വോട്ട് സ്പ്ലിറ്റ് ആകുന്നത്, അല്ലെങ്കിൽ വോട്ടിംഗ് എന്ന് പറയുന്നത്, വോട്ടിങ്ങിനെ സ്വാധീനിക്കാൻ ഈ ഒരിക്കലും PR-ന് സാധിക്കില്ലെന്ന് ഈ ലക്ഷ്മി ആണെങ്കിലും ആര്യനാണെങ്കിലും എല്ലാവരും പറയുന്നുണ്ട്. അവർക്കെല്ലാം കുറച്ചൊക്കെ ബോധം വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബോധമില്ലാത്ത കുറെ എണ്ണം ഇപ്പൊ അകത്ത് കയറിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ എന്തോ സംഭവമായിരുന്നു, ഞങ്ങളായിരുന്നു ഇവിടുത്തെ പ്ലേയേഴ്സ്, ഈ PR വർക്ക് കാരണമാണ് ഞങ്ങളെല്ലാം പുറത്തായത്, ഇല്ലെങ്കിൽ ഞങ്ങൾ കണ്ടന്റ് തന്നു ഇവിടെ മെറച്ചേനെ, അങ്ങ് ഞങ്ങൾ കൊയ്തേനെ എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ പോയി കിടന്നുകൊണ്ട് പറയുന്നത്. അതുപോലെ അവിടെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു, ഞങ്ങളെ എവിടെയൊക്കെ ഭയങ്കര ഫാൻസ് ആണെന്ന് ഞങ്ങൾക്ക് വെളിയില് എന്ന് പറഞ്ഞ് അവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ശൈത്യ എന്ന് പറയുന്നത് അവിടെ പോയി കട്ടപ്പാടെ മേളിലൊരു കട്ടപ്പ ഉണ്ടെങ്കിൽ അതായിട്ട് കുത്തി ആദിലയും നൂറയും നേരത്തെ ഈ സ്വഭാവമാണ്. ശരിക്കും കട്ടപ്പയാണ്. ഈ കട്ടപ്പാട് കൂടെ ചേർന്ന കട്ടപ്പ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. എന്ന് വെച്ചാൽ ആദില ഇപ്പൊ കളം മാറി ആ അനുമോൾക്കെതിരെയായി. അത് നേരത്തെ ആദ്യം മുതലേ അങ്ങനെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അനുമോൾ ആദിലയോ നൂറയോ പുറകിൽ നിന്ന് കുത്തുന്നത്? പക്ഷെ ഇവരാണ് പല പ്രാവശ്യവും അനുമോളെ പുറകിൽ നിന്ന് കുത്തിയിരിക്കുന്നത്. ശൈത്യാണ് അനുമോളെ പുറകിൽ നിന്ന് കുത്തിയിരിക്കുന്നത്. ശൈത്യയെ അനുമോൾ കുത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇതെല്ലാം ഇവർ അറിയണമെങ്കിൽ ഇനി വെളിയിൽ വരണം. വെളിയിൽ വന്നു കഴിഞ്ഞാലും ഇതുപോലെ ബോധമില്ലാത്ത ഐറ്റംസ് ആണെങ്കിൽ അവർക്ക് അതും മനസ്സിലാകത്തില്ല എന്നുള്ളതാണ്. എന്തായാലും ഞെട്ടിക്കുന്ന പ്രൊമോ തന്നെയാണ്. എല്ലാവരുടെയും ടാർഗറ്റ് അനുമോള് തന്നെയാണ്. അനുമോളെ ഞങ്ങൾ കപ്പടിപ്പിച്ച് അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ PR-കളെല്ലാം അകത്ത് പോയിരിക്കുന്നത്. ഇവരാണ് പറയുന്നത് അനുമോള് 16 ലക്ഷം രൂപ കൊടുത്ത് PR കൊടുത്തു എന്ന് പറഞ്ഞ് കരയുന്നത്. ഈ ബിഗ് ബോസ് ഷോ ഫസ്റ്റ് സീസൺ മുതൽ 7ാമത്തെ സീസൺ എത്തി നിൽക്കുമ്പോൾ ഈ സീസൺ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴുള്ള യഥാർത്ഥ അനുമോളുടെ PR-കൾ ഈ വീട്ടിനകത്തേക്ക് കയറിപ്പോയവർ തന്നെയാണ്. ഈ വീട്ടിലോട്ട് കയറിപ്പോയവർക്ക് ഇപ്പോഴും ബോധം വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ബിൻസി അവിടെ പോയി കാണിച്ചതോ, ഇന്ന് കയറി കഴിഞ്ഞതിന് ശേഷം ബിൻസി അവിടെ കാണിച്ച അട്ടഹാസവും ആട്ടവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഒരാൾ ചെയ്യുന്നതാണോ? ഓടിപ്പോയിട്ട് അവിടെ എന്താണ് കാണിക്കുന്നത്? അതുപോലെ റെന വന്നു, എന്റെ പൊന്നെ, ചിലപ്പോ കാരണം ഇപ്പൊ TV തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതുപോലെ തന്നെ മുൻഷി ഒരുത്തൻ, അവൻ ഒരാഴ്ചയെ നിന്നുള്ളൂ, ഒരാഴ്ച തികച്ചു നിന്നില്ല. സത്യത്തില് 5 ദിവസമേ നിന്നുള്ളൂ, 6ാമത്തെ ദിവസം ഇറക്കി വിട്ടു. ഈ മുൻഷിയും പറയുന്നത് മുൻഷി വലിയ ഗെയിമറാണ്, സാരിയൊക്കെ കൊടുത്തിക്കൊണ്ട് അവർ നടക്കുന്നുണ്ട് കിളിയൊക്കെ പാറിയിട്ട്. ഇന്നലെ പിന്നെ ജയിലിൽ കൊടുക്കുന്ന നിക്കറും
ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നതുകൊണ്ട് എന്തൊക്കെയാ ഇവര് ഈ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം പ്രേക്ഷകർ ഇനി നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം എന്നാണോ? നമ്മൾ അംഗീകരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത കുറച്ചു പേര്. സരിക, എന്താ സരിക ചെയ്യുന്നതെന്ന് സരികയ്ക്ക് തന്നെ അറിയാം. സരികയുടെ പഴയ സ്വഭാവം തന്നെ. അവിടെ ഇവിടെയും പോയിരിക്കും, കുശുമ്പും കുല്ലായ്മയും പറയും. അവിടെ കേൾക്കുന്നത് ഇവിടെ പറയും, ഇവിടെ കേൾക്കുന്നത് അവിടെ പറയും. എന്നിട്ട് പറയും ഞാനൊന്നും കേട്ടില്ലേ രാമനാരായണ എന്ന് പറയും. അതാണ് ശാരിക. നിക്കറും ഇട്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബനിയനും ഇട്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എല്ലാവരോടും പോയി ചൊറിയുന്നു, എന്തൊക്കെയോ ആണെന്നുള്ള ഭാവങ്ങൾ നടിക്കുന്നു. അതുപോലെ തന്നെ സ്ക്രീൻ സ്പേസിന് വേണ്ടി അലഞ്ഞു നടക്കുന്ന ഒരാളെ പോലെ എനിക്ക് ശാരികയെ തോന്നി. ഒരു കാര്യവുമില്ല. അപ്പം ഇതൊക്കെയാണ് ഇവർ അവിടെയും കളിച്ചുകൊണ്ടിരുന്ന ഗെയിം. അവർക്ക് അതിപ്പോഴും ഇതിന്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ ഇതുവരെയും ഈ പുറത്തായ ഇത്രയും കണ്ടസ്റ്റൻസിന് പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ചു അപ്പാനി ഇന്നലെയൊക്കെ വന്ന് സൈലന്റ് ആയിട്ടിരുന്നപ്പോ ഞാൻ വിചാരിച്ച് ബോധവും പൊക്കണമൊക്കെ വെച്ചെന്ന്. ഒരിക്കലും ഇല്ല. ഇതിനൊന്നും ബോധം വെക്കാൻ പോകുന്നില്ല. എന്താന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടത്തി തന്നെയാണ് ഇവരെല്ലാം അകത്തോട്ട് പോയിരിക്കുന്നത്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അനുമോൾക്കെതിരെ മാത്രം ഒരു കോർണർ അറ്റാക്ക് നടക്കുന്നത്. ഇനി അവിടെ ഇതിനെ വെളുപ്പിക്കാനൊക്കെ ഒരുപാട് പേര് ഇറങ്ങും. എന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് ചാടി പിടിച്ച് ഓടിയൊക്കെ വന്ന് വീഡിയോ ഒക്കെ ചെയ്യും. എന്ന് വെച്ചാൽ അനുമോളെ വലിച്ചീറി ഒട്ടിച്ചു തേച്ചു എന്നൊക്കെ നമ്മളാരും കാണത്തില്ല. പക്ഷെ അവര് കാണുന്ന ബിഗ് ബോസിൽ അതൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത. എന്താ വെച്ചാൽ അവര് വേറെ തമിഴിലെ ബിഗ് ബോസ് ആണോ കാണുന്നത് എനിക്ക് സംശയമുണ്ട്. ഹിന്ദി നടക്കുന്നുണ്ട്. ഇനി ഹിന്ദിയും തമിഴും എല്ലാം ഇതോടെ മിക്സ് ചെയ്തിട്ടാണോ കാണുന്നത് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ റിവ്യൂ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. എന്തായാലും ഇനിയിപ്പോ അനുമോളുടെ PR ആണെന്ന് എന്നെ പറഞ്ഞാലും കുഴപ്പമില്ല. എന്തായാലും ഇവിടുത്തെ ഈ കപ്പ് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും പേരെ കോർണറിങ്ങിൽ നിന്നും രക്ഷപ്പെട്ട് അവിടെ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അനുമോൾക്ക് തന്നെ അർഹതപ്പെട്ടതാണ് ഈ കപ്പ്. ഈ കപ്പ് അനുമോൾക്ക് തന്നെ കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. അതിന്റെ പേരിൽ എന്നെ PR ആക്കിയാലും എനിക്കൊരു കുന്തവും ഇല്ല. ഓക്കെ, ഞാൻ PR എന്ന് കേൾക്കാൻ റെഡി തന്നെയാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എടുത്ത് പറയാം, എന്തായാലും ഉറപ്പായിട്ടും പറയും ഞാൻ അനുമോളുടെ PR ആണ്, PR എടുത്തിട്ട് വന്നാണ് സംസാരിക്കുന്നത്. ആണോ 16 ലക്ഷത്തിൽ ഒരു 2 ലക്ഷം എനിക്കും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ എല്ലാം കൊണ്ട് കേസ് കൊടു. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.